ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു വാട്ട് ഐ കുക്ക് ആൻഡ് ഈറ്റ് ഇൻ എ ഡേ ആ ഒരു ടൈപ്പിലുള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആണ്. ഇതിപ്പോൾ രാവിലെ ഒരു 7:30 ടൈം ആയിട്ടുണ്ട്. ശ്രീഹരിക്ക് ഓഫീസിൽ പോകണ്ട, ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇന്ന് പോകണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും എല്ലാ ദിവസവും വീക്കെൻഡ്സിൽ ഒഴിച്ച് എല്ലാ ദിവസവും 2 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആക്കാറുണ്ട്. ഒന്ന് കാരണം ഈ ടൈഫോയിഡ് വന്നതിന് ശേഷം എനിക്ക് റാഗി പറ്റുന്നില്ല. അപ്പം എനിക്ക് റാഗി കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ശ്രീഹരിക്ക് റാഗിയാണ് പറ്റുന്നത്. അപ്പോൾ ശ്രീഹരിക്ക് റാഗി ദോശയും എനിക്കപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ അരി സംബന്ധമായ കാര്യങ്ങളായിരിക്കും. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ശ്രീഹരിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് റാഗി ദോശയും കോക്കനട്ട് ചട്നിയും പയർ. അപ്പം ഞാൻ ഇന്ന് ചെറുപയർ വെള്ളത്തിയിട്ടിട്ടുണ്ട്. അതിടാനുള്ള 2 ഉദ്ദേശമുണ്ട്. കാരണം ഞാൻ രാവിലെ ഉച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. രാവിലെ ശകലം ചെറുപയർ തോരൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഞാൻ പുട്ടാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ചെറുപയർ കറിയൊന്നുമല്ല, തോരൻ പോലെ ആക്കുകയാണ്. കാരണം അപ്പോൾ എനിക്കത് ഉച്ചക്കത്തേക്കും എടുക്കാം. ഉച്ചയ്ക്ക് ഓൾറെഡി ഇവിടെ മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ തോരൻ വെക്കാനുള്ള മെഴുക്കുവരട്ടി വെക്കാനുള്ള ഒരു പച്ചക്കറി ഇന്ന് ഇരിപ്പില്ല. കാരണം എനിക്ക് ഞാൻ വാങ്ങിക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറുപയറാക്കാം ഇന്ന് രാവിലെ ഉച്ചയ്ക്കും. അപ്പോൾ നല്ലതുമാണ്, ശരീരത്തിന് നല്ലതാണ്. അപ്പം രാവിലെ പുട്ടിൻ്റെ കൂടെ ഞാൻ അതാക്കുന്നുണ്ട്. കൂടാതെ ഞാൻ ശ്രീഹരിക്കും അത്. കാരണം ദോശയും പയറും ചമ്മന്തി ഒരു കോംബോയാണ്. അതെനിക്ക് അറിയത്തില്ല ആർക്കൊക്കെ അറിയാം. എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് അരി ഉഴുന്ന് അരച്ച ദോശയാണ് കൂടുതലും കഴിക്കാറ്, കൂടുതൽ അതിൻ്റെ കൂടെ വരാറ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ രാവിലെ എടുക്കുന്ന ഒരു കോമ്പിനേഷനായിരുന്നു ദോശ, ചമ്മന്തി, നമ്മുടെ പയർ. പക്ഷെ ഞാനിപ്പം ഒരു തോരൻ രീതിയിലാണ് എടുക്കുന്നത്. അമ്മ എടുക്കുന്നത് പയർ പുഴുങ്ങിയിട്ട് ഉപ്പും തേങ്ങാ തിരുമ്മിയതും കൂടി ഇട്ട് ഇളക്കി, എനിക്ക് തോന്നുന്നു ചിലപ്പം വെളിച്ചെണ്ണ ഒഴിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല, അതെനിക്ക് ഓർമ്മയില്ല. അപ്പം അത് അങ്ങനെ എടുക്കുമായിരുന്നു. അത് പക്ഷെ ആ ദോശയും ചമ്മന്തിയും പയറും കൂടി ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ശ്രീഹരിക്ക് ആ ഒരു രീതിയിലും എനിക്ക് പുട്ടും അതിൻ്റെ കൂടെ പയറും ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രീതിയിൽ. ലഞ്ച് ആക്ച്വലി ഇന്ന് വളരെ എളുപ്പമാണ്. കാരണം ഈ പയറുതോരൻ ഈ ഓൾറെഡി ഇരിപ്പുണ്ട്, മീൻ കറി അയില മാങ്ങ ഇരിപ്പുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി മാത്രം വെച്ചാൽ മതി ഇന്ന്. കാരണം ഇന്നൊരു വീക്കെൻഡിലേക്ക് വരുന്ന ഇന്നൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കൂടുതൽ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു കൂടുതൽ നമ്മൾ പച്ചക്കറി ഞാൻ ഇന്നലെ വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ 2 ദിവസം ഈ എന്താ പറയുക, നമ്മൾ കുറച്ച് ചിക്കനും ഒക്കെ വാങ്ങിക്കുമ്പം ഒത്തിരി ഇപ്പോഴേ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ അങ്ങ് വാടിയൊക്കെ പോകും. അപ്പം ഞായറാഴ്ചകളിൽ വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനപ്പം ഞായറാഴ്ച വാങ്ങിക്കും. അങ്ങനെ മിക്കവാറും ഞായറാഴ്ചകളിൽ, പിന്നെ ഇടയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇടയ്ക്ക് പോയി വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ ഞായറാഴ്ചകളിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പച്ചക്കറി. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് എന്തായാലും വാങ്ങിക്കാൻ പോകണം. ഞാനിവിടെ പയർ വേവിക്കാൻ വെക്കട്ടെ. കാരണം അത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം വേവുകയൊക്കെ ചെയ്യാം. കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഞാൻ ചട്ടി തന്നെയാണ് വേവിക്കുന്നത്. അത് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ എളുപ്പമായല്ലോ. അപ്പോൾ ഞാനിവിടെ തലേദിവസം രാത്രി കുതിർത്ത് വെച്ച പയറാണ്. അത് ഞാൻ ചട്ടിക്കകത്തിട്ട് തന്നെയാണ് വേവിക്കുന്നത്. കാരണം കുതിർത്ത് വെച്ചതായതുകൊണ്ട് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ തോരനൊക്കെ വേവിക്കാൻ ഇങ്ങനെ വേവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി അങ്ങ് കുഴഞ്ഞും പോകത്തില്ല. അപ്പോൾ അത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇനിയും ഞാൻ കഴിക്കാൻ പോകുന്നത്, ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച് 1/2 മണിക്കൂർ കഴിയുമ്പം ഞങ്ങൾ ഈ ബദാം വെള്ളത്തിൽ കുതിർത്ത് ഇട്ടതുണ്ട്, അത് കഴിക്കും. അത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ അത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയും കുടിക്കും. അപ്പോൾ ചായയൊക്കെ ഇട്ടു, ചായയും കുടിച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് എടുക്കുന്നത് നമ്മുടെ പുട്ടാണല്ലോ. അപ്പോൾ പുട്ടിന് നമുക്ക് നനച്ചു വെക്കാം. അപ്പോൾ ഞാനിത് വിലയ്ക്ക് മേടിക്കുന്ന നമ്മുടെ പൊടിയാണ്, അതിൽ പൊടിപ്പിക്കുന്ന പൊടിയൊന്നും അല്ലാത്തതുകൊണ്ട് ഈ ഡബിൾ ഹോഴ്സിൻ്റെ നമ്മുടെ 1 ഗ്ലാസ് പുട്ടിന് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് ഇങ്ങനെ കുതിർത്ത് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ ഞാൻ പൊടി നനയ്ക്കാറില്ല. ഞാൻ ഈ ഒരു പുട്ടുപൊടിയാണ് വാങ്ങിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യും ഉപ്പുമൊക്കെ ആയിട്ട്. എന്നിട്ട് അത് അടച്ചു വെക്കും. ഒരു 10-20 മിനിറ്റ് ഇരുന്നാൽ മതി. പിന്നെ തേങ്ങ തിരുമിയതും ഇരിപ്പുണ്ട്.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പയറെല്ലാം കണ്ടു ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ സ്വല്പം വെള്ളം കൂടെ ഉള്ളൂ. അതിങ്ങനെ തുറന്ന് വെച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പയർ കാര്യം ഇവിടെ റെഡിയായി. അപ്പം ഞങ്ങൾ ഇന്ന് മുട്ട കഴിക്കുന്ന ദിവസമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും മുട്ട കഴിക്കാറില്ല, ഞങ്ങൾ 2 ദിവസം കൂടുമ്പോഴേ കഴിക്കാറുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് പയർ തോരൻ റെഡിയാക്കണം. പിന്നെ ശ്രീഹരിയുടെ ദോശ ചുടണം, ചമ്മന്തി അരയ്ക്കണം, അതൊക്കെയാണ്. അപ്പം കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സ്വല്പം ഒന്ന് കൂട്ടി വെച്ചു. ഇത് ഒത്തിരി കൂട്ടി വെക്കേണ്ട, ചിലപ്പം ഒത്തിരി വറ്റി പോവുകയും ചില ഒരു നനവ് കാണണം. അപ്പോൾ ഞാനത് തുറന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചും കൂടി എടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി അരയ്ക്കാം. നമ്മുടെ സാധാരണ തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ അത് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്ര മാത്രം ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്, വെള്ള ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യത്തുള്ളൂ. മറ്റേ റെഡ് കളറിലെ ചമ്മന്തി അരയ്ക്കുമ്പോഴാണ് ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നത്. അല്ലാതെ നമ്മുടെ വൈറ്റ് ചട്നി അരയ്ക്കുമ്പോൾ ഞാൻ ഉള്ളിയൊന്നും ചേർക്കാറില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് അരച്ച് മാറ്റി വെക്കാം. എന്നിട്ടത് പിന്നെ നമുക്ക് കടുക് വറുത്തൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വലിയ പാത്രം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്ന. അപ്പോൾ തോരൻ ഉണ്ടാക്കുന്ന ഞാനിങ്ങനെ കടുക് വറുക്കുകയൊന്നും ചെയ്യത്തില്ല ചെറുപയർ തോരൻ ഉണ്ടാക്കുമ്പം. ഇതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, ഒരു 2 അല്ലി വെളുത്തുള്ളിയും അത് തൊലിയോടുകൂടി തന്നെയാണ്, പിന്നെ ഒരു 2 or 3 പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് തേങ്ങ തിരുമിയതും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്താണ് ഞാൻ ഇത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ആവി കയറ്റിയെടുക്കും. പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. അല്ല, ഞാൻ കടുക് വറുത്ത് അങ്ങനെ ഞാൻ ചെറുപയർ ചെയ്യാറില്ല. അപ്പം ഇങ്ങനെയാണ് കൂടുതലും ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊരു നമുക്കൊന്ന് ആവി കയറണമല്ലോ. അപ്പോൾ ഒത്തിരി ഒരു വെള്ളം ഒഴിച്ച് അപ്പോൾ എല്ലാം ഒന്ന് പിടിക്കുകയും ചെയ്യും, എല്ലാം ഒന്ന് യോജിക്കുകയും ചെയ്യും. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് യോജിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സ്വല്പം വെള്ളം അടിയിലൊന്ന് ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അപ്പോഴത്തേനും ഇത് സെറ്റായിട്ടിരുന്നുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ച് ആവി കയറ്റാം. ഇനി ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രീഹരിയുടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കടുക് വറുക്കുകയും കൂടെ ചെയ്യാം. കടുക്, മുളക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ഇത്രയും ഇട്ട് നമ്മുടെ ചമ്മന്തിയും കൂടെ കടുക് വറുത്ത് കഴിയുമ്പം ഏകദേശമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. പിന്നെ ഇനി എൻ്റെ പുട്ടാവി കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നോർമൽ വീക്ക് ഡേയ്സിൽ മിക്കവാറും ഉള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഇതൊക്കെയാണ്. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ദോശ അല്ലെങ്കിൽ ചിലപ്പം പുട്ടായിരിക്കും. പുട്ട് ഞങ്ങൾക്ക് 2 പേർക്കും പുട്ടെടുക്കും. ചിലപ്പം ഗോതമ്പ് ദോശയായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിത് കടുക് വറുക്കുകയാണ്. നമ്മുടെ തോരൻ അവിടെ റെഡിയായി. ഇത് ഞങ്ങൾക്ക് 3 നേരം ഉണ്ടായിരുന്നു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാനുള്ള തോരൻ ഉണ്ടായിരുന്നു. ചില ദിവസം ഞാൻ അങ്ങനെ എടുക്കും, കാരണം ചെറുപയറൊക്കെ ശരീരത്തിൽ ചെല്ലേണ്ട കാര്യമാണ്. അപ്പം അത് ഞാൻ അങ്ങനെയൊക്കെ ചില ദിവസം ഇങ്ങനെ 3 നേരമൊക്കെ ഞാൻ മനഃപൂർവ്വം തന്നെ എടുക്കും, നല്ലതായതുകൊണ്ട്. അപ്പം അതൊന്ന് നമ്മുടെ ചമ്മന്തിയും കൂടെ ഒന്ന് ആയി കിട്ടിയാൽ മതി. അപ്പം നമുക്കിനി എൻ്റെ പുട്ടത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി തേങ്ങ ചേർക്കുക, ഈ നമ്മുടെ പുട്ടുപൊടി ചേർക്കുക, ആവി കയറ്റി എടുക്കുക, പുട്ട് റെഡിയായി. ആ പുട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം, അല്ലെങ്കിൽ പുട്ട് ഉണ്ടാക്കാൻ സമയം ആകുമ്പോൾ നന്നായിട്ട് ഇളക്കി അത് റെഡിയാക്കി കഴിഞ്ഞാൽ പുട്ടുപൊടി റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ശ്രീഹരിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കൊടുത്തു, ദോശയും പയറും ചമ്മന്തിയും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും മുട്ട പുഴുങ്ങിയതും. മറ്റേ മുട്ട പുഴുങ്ങിയത് ആദ്യം പുഴുങ്ങി കഴിഞ്ഞപ്പോഴേ നേരത്തെ ശ്രീഹരി എടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാലോ. അപ്പം ഉച്ചയ്ക്ക് ഞാൻ ഓൾറെഡി ഇപ്പോൾ അരി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് അയലയും മാങ്ങയും കൂട്ടാൻ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വെക്കുന്ന ഒഴിച്ചുകറി മാത്രം സത്യത്തിൽ എനിക്ക് ഉച്ചയ്ക്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ അങ്ങനൊരു ദിവസമായി ഒത്തിരി കൂട്ടാനൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറുപയർ തോരൻ കുറച്ചിരിപ്പുണ്ട്, അതെന്തായാലും ഞാൻ ഉച്ചയ്ക്ക് എടുക്കും. പിന്നെ ഈ മീൻ കൂട്ടാനും ഇരിപ്പുണ്ട്. ഇനി നമുക്കൊരു ഒഴിച്ചുകറി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ചുരക്ക ബാക്കി ഇരിപ്പുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് ഞാനൊരു ഈവനിങ് റുട്ടീനകത്തൊരു ചുരക്കി വെച്ച ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ദാലിൻ്റെ.
അപ്പം അതിൻ്റെ ബാക്കി ഒന്ന് ചുരുക്കിയിരിപ്പുണ്ട്. അത് നമുക്ക് ഇനി ഇവിടെ നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. തേങ്ങയൊക്കെ അരച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കാം ചുരുക്കി വെച്ച്. അപ്പം നമുക്കതാണ് ഇന്ന് ഉച്ചയ്ക്ക് അത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ള ഇരിപ്പുണ്ട്. ഇനി ഞാൻ കൂടുതൽ ഓവറായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്കത് റെഡിയാക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ അരി ഇവിടെ വിസിലൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇതിന് പ്രഷർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയായി. ഇതാണ് നമ്മുടെ അയിലയും മാങ്ങായും കൂട്ടാൻ. കുറച്ച് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ധാരാളം, ഒരു 2-3 കഷ്ണവും കാണും. അതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ അതിവിടെ ബാക്കിയിരിപ്പുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് ഈ ഒരു പുളിശ്ശേരിയാണ്. അപ്പം നമുക്കത് വേഗം റെഡിയാക്കിയെടുക്കാം. പിന്നെ ഇത് നമ്മുടെ രാവിലത്തെ പയറ് തോരനൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ ചുരുക്കി ഓൾറെഡി ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതങ്ങ് ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിരുന്ന് വേഗട്ടെ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട്. അത് വെന്ത് കഴിഞ്ഞ് നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. അപ്പം എനിക്കിങ്ങനെ ഈ വലിയതായിട്ട് രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയുള്ള ആ ഒരു സമയത്ത് വലിയ ഇടത്തീറ്റുകളൊന്നുമില്ല. അങ്ങനെ സ്നാക്സൊന്നും അധികം തിന്നാറില്ല. നേരെ പിന്നെ ചോറ് ഉണ്ണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 4 മണി 5 മണി ആ ഒരു ടൈമിലായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ചായ കുടിച്ച് കഴിഞ്ഞോ അത് കഴിഞ്ഞോ അല്ലെങ്കിൽ നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വല്ല ആപ്പിളും പഴവും ഒക്കെ കഴിക്കും. അതൊക്കെ ഞാനങ്ങ് മനഃപൂർവ്വം ഇത് നിർത്തിയതാണ്. കാരണം എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പം ആ ഒരു വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് അതൊക്കെ ഞാൻ നിർത്തിയതാണ്. പിന്നെ ഞാനതങ്ങ് ശീലമാക്കി. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കുന്നത് നാട്ടിലൊക്കെ നാട്ടിൽ പോകുമ്പോഴൊന്നും ഞാൻ കഴിക്കാതെ ഇങ്ങനെ അതൊന്നും നോക്കത്തില്ല. അപ്പം ഞാൻ കഴിക്കും ഇങ്ങനെയുള്ള ബേക്കറി സാധനങ്ങളൊക്കെ. അപ്പം സ്വല്പമൊക്കെ കഴിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുമ്പം നമ്മുടെ ഡേ ടു ഡേ ആ ഒരു ലൈഫിൽ ഞാൻ അതൊക്കെ അങ്ങ് ഒഴിവാക്കി. ഇപ്പം എനിക്ക് അതൊരു ശീലമായി. അങ്ങനെ വലിയ ബേക്കറി തീറ്റകളില്ല. പിന്നെ ഭയങ്കരമായി ആഗ്രഹിച്ചിരിക്കുമ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും. എന്നാലും ഈ മിക്സ്ചർ ആ ടൈപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കൊരു ബിസ്ക്കറ്റ് ഇഷ്ടമായി ഇവിടെ. അപ്പം ആ ഒരു ബിസ്ക്കറ്റ് അതൊരു എരിവും മധുരവും ഒക്കെ കൂടെ ഉള്ള ഒരു ബിസ്ക്കറ്റ്. ആ ബിസ്ക്കറ്റ് ഇവിടുന്ന് വാങ്ങിച്ച് വെച്ചേക്കും. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് ഇരിക്കുന്നത്. അത് ശ്രീഹരിക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ആ ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എടുക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഈ ഇടയ്ക്കുള്ള ആ ഒരു തീറ്റകളൊന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ 4 മണിക്കേ ഉള്ളൂ. പിന്നെ അതുപോലെ അങ്ങനെ വലുതായിട്ട് സ്നാക്സും അങ്ങനെ വലുതായിട്ട് ഈ പൊരിക്കൽ സ്നാക്സൊന്നും ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. വളരെ കുറവാണ്, വളരെ അപൂർവമാണ്. ഇനി പറഞ്ഞ ഇങ്ങനെ ഒത്തിരി ആഗ്രഹം തോന്നുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഈ കൂടുതലും ഈ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ ഒരു സമയത്താണ് ഞാൻ കഴിക്കുന്നത്. ഇടയ്ക്കൊക്കെ വളരെ അപൂർവമാണ് കഴിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞല്ലോ ഫ്രൂട്ട്സോ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാറില്ല സമയത്ത്. പിന്നെ എന്തെങ്കിലും അങ്ങനെ നല്ല സ്പെഷ്യലായിട്ട് ഇതുപോലെ ബിരിയാണിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീക്കെൻഡിൽ ശ്രീഹരി ഇവിടെ ഉള്ളപ്പം ശ്രീഹരിക്ക് ജോലി ഇല്ലാത്ത സമയത്തെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. എന്നാലും ഒരു രസമുള്ളൂ. അല്ലെങ്കിൽ ശ്രീഹരി ഇപ്പം ഞാൻ പറഞ്ഞില്ല ഹൈബ്രിഡ് ആകുമ്പം ഈ ഒന്നിരാടം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ആവുമ്പം നമ്മളിതൊക്കെ ഉണ്ടാക്കിയാലും ശ്രീഹരിക്കും കഴിക്കാനുള്ള ആ ഒരു ഇത് കാണത്തില്ല, ഒരു ഹാപ്പിനെസ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് ചിക്കൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫിഷ് കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും. അപ്പോഴേ നമുക്കൊരു സന്തോഷമുള്ളൂ. അപ്പോഴേ സന്തോഷമുള്ളൂ എന്നല്ല, അപ്പോഴും നമുക്ക് ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കണമല്ലോ. അപ്പം ശ്രീഹരിയെ സംബന്ധിച്ച് അതൊക്കെ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ശ്രീഹരി ജോലി എന്നൊക്കെ ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കണം. എന്നാലും അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ.
അതുകൊണ്ട് എനിക്ക് ശനി ഞായർ ദിവസങ്ങളിലാണ് അതൊക്കെ അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ തോന്നുന്നത്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ സാധാരണ നോർമൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഈ ദോശ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും, പുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മിക്കവാറും ദോശയായിരിക്കും. ദോശയാണ് ഇവിടുത്തെ മെയിൻ ആൾ. അന്ന് റാഗി ദോശ രാവിലെയും വൈകിട്ടും ഒക്കെ. റാഗി ദോശ, ഗോതമ്പ് ദോശ, പിന്നെ ചിലപ്പോൾ അരി ഉഴുന്ന് അരച്ച ദോശ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇവിടുത്തെ മെയിൻ ആൾക്കാർ എപ്പോഴും. ഒരാഴ്ചയിൽ ഒരു 5 ദിവസം ഏതെങ്കിലും രാവിലെ അല്ലെങ്കിൽ രാത്രി കാണും. അപ്പം നമുക്ക് ഇനിയും ഇതൊക്കെ വെന്ത് അരപ്പൊക്കെ ചേർക്കാറാവുമ്പോൾ കാണാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കണക്കാണ് ഏകദേശം ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 2 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് ഈ ചുരക്ക വെന്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ആ അരപ്പ് ജസ്റ്റ് ഒന്ന് ആവി കയറി ഒന്ന് വേകണം. അപ്പോൾ ആ ഒരു ബബിൾസൊക്കെ വന്ന് ഒത്തിരി അങ്ങ് തിളച്ച് മറിഞ്ഞും പോകണ്ട, ആ ഒരു രീതിയിൽ ഒന്ന് അരപ്പൊന്ന് വേകണം ആവി കയറി. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തൈര് അല്ലെങ്കിൽ ഞാനിപ്പോൾ തൈരായിട്ട് തന്നെ ചേർക്കേണ്ട, ഉടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഉടയ്ക്കേണ്ടവർക്ക് ഉടയ്ക്കാം കേട്ടോ, ഉടച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. പിന്നെ അല്ലെങ്കിൽ മോരായിട്ട് വേണമെങ്കിൽ മോരായിട്ട്, നല്ല പുളിയുള്ള മോരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ തൈരായിരിക്കുന്ന അത് ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിന് ഞാൻ താളിക്കുന്നത് കടുക്, ജീരകം, അതെല്ലാം കടുക് ജീരകമൊക്കെ ഒരു 1/4 ടീസ്പൂൺ വീതം വെച്ച് ചേർത്താൽ മതി. ഉലുവ, പിന്നെ കുഞ്ഞുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. കുഞ്ഞുള്ളി, മുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് കടുക് വറുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പുളിശ്ശേരിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചുരക്ക പുളിശ്ശേരി. ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്, പക്ഷേ ഇനി ഞാൻ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചുരക്ക കൊണ്ടുള്ള ഈ ഒരു പുളിശ്ശേരി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മീൻകറിയുടെയും മീൻ വറുത്തതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നല്ലപോലെ യോജിച്ച് പോകുന്ന ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പയറ് തോരൻ ഇരിപ്പുണ്ട്, മീൻ കൂട്ടാൻ ഇരിപ്പുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ചോറുണ്ടു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പം രാത്രിയായി, ഒരു 7:30 ആയി. അപ്പോൾ ഡിന്നർ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഡിന്നറിന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. അതിൻ്റെ കൂടെ ഒരു ഉള്ളി ചമ്മന്തിയും. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാത്ത ഒരു നോർമൽ ഡേ ആണ്. വീക്ക് ഡേയ്സ് മിക്കവാറും എല്ലാ വീക്ക് ഡേയ്സും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നമുക്കൊരു നല്ലൊരു ഉള്ളിച്ചമ്മന്തി, ഒരു ഈസി റെസിപ്പിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് അത്. ഇത് ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് അതും ഉള്ളിച്ചമ്മന്തിയും. പിന്നെ കുറച്ച് ചെറുപയർ തോരൻ ഇരിപ്പുണ്ടല്ലോ, അതും ഞങ്ങളങ്ങ് തീർക്കും ഈ രാത്രിയിൽ. അപ്പോൾ അതാവുമ്പോഴത്തേനും നല്ല ഒരു മീലാണ്, ഒരു ഹെൽത്തി ഒരു മീലാണ്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓവറായിട്ട് അങ്ങനെയൊന്നും ഞാൻ കൂടുതലും സ്പെഷ്യലും കാര്യങ്ങളും, പിന്നെ എപ്പോഴും അങ്ങ് ചിക്കൻ എപ്പോഴും വീക്കെൻഡ്സിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫിഷ് മാത്രമാണ് ഈ 5 ദിവസം വാങ്ങിക്കുന്നത്. അപ്പം നമുക്കിത് റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഈ ഉള്ളി ചമ്മന്തി എന്ന് പറഞ്ഞാലും സബോള കൂടുതൽ ആണ് എടുക്കുന്നത്. പിന്നെ ഒരു പകുതി തക്കാളി ഞാൻ എടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില, 2-3 വെളുത്തുള്ളി, ഇത്രയാണ്. അപ്പം ഒരു വലിയ സബോളയും ഒരു പകുതി തക്കാളിയും കുറച്ച് മല്ലിയിലയും നമ്മുടെ കുറച്ച് വെളുത്തുള്ളി, ഒരു 2 അല്ലി 3 അല്ലി വെളുത്തുള്ളി ചേർത്താൽ മതി. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഇത് ഗോതമ്പ് ദോശ, റാഗി ദോശ, ഇതിൻ്റെ കൂടെയൊക്കെ പോകുന്ന നല്ലൊരു ചമ്മന്തിയാണ്. ഇത് അരച്ചെടുത്തതിന് ശേഷം കടുക്, മുളക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ഇത്രയും ചേർത്ത് കടുക് വറുത്ത് ഇത് ഒഴിച്ച് ശകല മിക്സി കഴുകി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതിങ്ങനെ വേവിച്ച് വറ്റിച്ചെടുക്കുക. അപ്പം കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോഴത്തേനും ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എരിവിന് ആവശ്യത്തിന്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് റാഗി ദോശയുടെ മാവ് ബാക്കി ഇരിപ്പുണ്ട്, അപ്പം ശ്രീഹരിക്ക് കുറച്ച് റാഗി ദോശയും കൂടെ ഉണ്ടാക്കാം, അപ്പം ഗോതമ്പ് ദോശ എനിക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു. അപ്പം ഞാൻ ആ മുളക് പൊടി ചേർത്ത് ആ ക്ലിപ്പ് ഒന്ന്
ഒന്ന് വിട്ടുപോയി. ഞാൻ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞ് പിന്നെ ചേർത്തത് കുറച്ച് കായമാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഈ ഒരു പരുവത്തിൽ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചമ്മന്തി റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു വാട്ട് എ കുക്ക് ആൻഡ് ഈറ്റ് ഇൻ എ ഡേ എന്നുള്ള ഒരു വീഡിയോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇനി ഒരു കൺക്ലൂഷനൊന്നും പറയാൻ നിൽക്കുന്നില്ല, ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.